നല്ല ടേസ്റ്റോട് കൂടിയ ഒരു മുട്ടക്കറി നമുക്കിന്ന് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചട്ടിയാണ് എടുക്കുന്നത്. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായി ചെറുതാക്കി അരിഞ്ഞു വെച്ച സബോള, ഒരു സബോളയാണ് ഇവിടെ എടുക്കുന്നത്. ആ സബോള ഇതിലേക്കിട്ട് നല്ലവണ്ണം വഴറ്റുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റുക. സബോള ബ്രൗൺ കളർ ആവുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക് കീറിയതും അതിനുശേഷം പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ വീതവും ചേർക്കുക. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം മൂത്ത് ആ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കുക. ഈ ഇട്ട പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു മൂടി വെച്ച് അതിനെ നന്നായി വേവിച്ചെടുക്കുക. അത് നല്ല കുഴമ്പ് രൂപത്തിലായി മാറണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. അവസാനം ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് നാളികേരപ്പാൽ, 2ാം പാൽ ചേർക്കുക. അത് നന്നായി ഇളക്കിയതിന് ശേഷം അത് തിളയ്ക്കാം. നന്നായി തിളച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടി നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളയ്ക്കണം. ഇതിലേക്ക് നമ്മൾ 4 കോഴിമുട്ടയാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓരോ കോഴിമുട്ടയും സെപ്പറേറ്റ് തന്നെ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അത് കലങ്ങാണ്ട് ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുക. മുട്ട അതിലേക്ക് ഇട്ടതിന് ശേഷം ഗ്രേവി മുട്ടയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഈ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ.
5 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഗ്രേവിയൊക്കെ നല്ല കുറുകിയിട്ട് വന്നിട്ടുണ്ടാവും, വെന്തിട്ടും ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ ഒന്നാം പാൽ, നാളികേരത്തിൻ്റെ ഒന്നാം പാൽ 1 കപ്പ് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം അടുപ്പുമ്മ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 4 ചുവന്നുള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടി നന്നായി മൂപ്പിച്ച് കറിയിലേക്ക് ഇടുക. നമ്മുടെ കറി ഇവിടെ തയ്യാറായി.